ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി വേറെ ലെവലൊരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരെന്താണെന്ന് പറയുകയാണെങ്കിൽ ഓട്ടോ ക്ലിക്കർ എന്നാണ്. ഓട്ടോ ക്ലിക്കർ എന്നുള്ള പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇനി എന്തിനാണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫ്രണ്ട്സിനോ ബോയ് ഫ്രണ്ടിനോ ഗേൾ ഫ്രണ്ടിനോ ആർക്കായിക്കോട്ടെ നമ്മൾ വാട്സപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ മെസ്സേജ് അയക്കുന്ന സമയത്ത് അവർ ഓൺലൈനിൽ കാണും, ആക്റ്റീവായിരിക്കും. എങ്കിലും അവർ വേറെ എന്തെങ്കിലും തിരക്കുകളിലായതുകൊണ്ട് നമ്മുടെ മെസ്സേജ് കാണത്തില്ല. ഈ സമയത്ത് മിക്കവരും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ വരെ ചെയ്തിട്ടുള്ളതായിരിക്കും, തുരുതുരുതുരാന്നങ്ങ് നിറച്ച് മെസ്സേജ് അയക്കും. ചറ പറയാൻ എന്തെങ്കിലുമൊക്കെ അങ്ങ് അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഒത്തിരി സമയം പോവുകയും ചെയ്യും, കുറച്ച് മെസ്സേജ് ചെല്ലത്തുള്ളൂ. ഇനി എന്തിനാണ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞാൽ അവരെ നമ്മുടെ ചാറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മെസ്സേജ് അയക്കുന്നത്. ഈ ഒരു കാര്യം ഒഴിവാക്കുന്നതാണ് ഈ ഒരു ആപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഈ ഒരു ആപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയക്കേണ്ട മെസ്സേജും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ പ്ലേ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ ബാക്കി കാര്യമല്ല ഈ ആപ്പ് നോക്കിക്കോളാം. അൺലിമിറ്റഡ് ആയിട്ട് അതും ഭയങ്കര സ്പീഡിൽ ഒത്തിരി മെസ്സേജസ് അവരിലേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നമ്മുടെ ചാറ്റിലേക്ക് അവർ വരികയും ചെയ്യും. അപ്പോൾ ഈ കാര്യം മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണണം. അപ്പോൾ എന്തായാലും അധികമൊക്കെ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കും. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ നിങ്ങൾ നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് വരിക. പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ഓട്ടോ ക്ലിക്കർ ഒന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അല്ലാത്തവർ എന്തായാലും ചെന്നൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പം വളരെ മിനിമലായിട്ടുള്ള സെറ്റിങ്സ് ഒക്കെ ഉള്ളൂ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. ജസ്റ്റ് ആദ്യമേ ഒരു ഓക്കെ കൊടുക്കുക. പിന്നെ ഈ ഒരു ആപ്പിന് ആക്സസിബിലിറ്റി വേണം, അതുകൊണ്ട് അതൊന്ന് ഓൺ ആക്കുക, ഒരു ഓക്കെ കൊടുക്കുക. ഇത്രയൊക്കെ ഉള്ളൂ, കാര്യങ്ങൾ കയറുന്നു. പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി നിന്ന് അലക്കുന്നുണ്ട്, അതിൻ്റെ നോയ്സ് കേൾക്കും. അതൊന്നും നിങ്ങൾ നോക്കേണ്ട, ഇവിടെ ശ്രദ്ധിക്കുക, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇവിടെ രണ്ടെണ്ണം എനേബിൾ കാണാം. ആദ്യത്തെ ഒരു എനേബിളും കാണാം, പിന്നെ രണ്ടാമതായിട്ട് മൾട്ടി ടാർഗറ്റ് മോഡ് എന്ന് പറഞ്ഞ ഒരു എനേബിളും കാണാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ രണ്ടാമത്തെ ഈ എനേബിൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സൈഡിലായിട്ട് ദേ ഇവിടെ ഒരു പ്ലേ ബട്ടൺ, പിന്നെ ഒരു പ്ലസ് ഐക്കൺ, മൈനസ് ഐക്കൺ, സെറ്റിങ്സ്, ഫോർവേഡ്, അതിൻ്റെയൊക്കെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, നേരെ നമ്മുടെ വാട്സപ്പ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വാട്സപ്പ്. അപ്പോൾ ഞാൻ നേരത്തെ ഇവനിങ്ങനെ മെസ്സേജ് അയച്ചു നോക്കി ഇതിനകത്തുണ്ട്. ഇനി ഞാനിത് എങ്ങനെ അയക്കേണ്ടതെന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പടയെന്ന് കാണിച്ചു തരാം. ആദ്യമേ നമ്മൾ ഈ പ്ലസ് ഐക്കണിലൊന്ന് ഞെക്കുക. അപ്പോൾ 1 എന്ന് പറഞ്ഞു വരും. ഈ 1 ഞാൻ DA കൊണ്ടുവന്ന് വെച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാം കേട്ടോ. ഒരു പ്ലസും കൂടെ കൊടുത്തു, അപ്പോൾ 2 എന്ന് പറഞ്ഞു വന്നു. അത് AL കൊണ്ടുവന്ന് വെച്ചേ. എന്നാൽ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വേറെ വലുതും പോകാൻ സാധ്യതയുണ്ട്. ഇനി ഒരു പ്ലസും കൂടെ കൊടുക്കുക. ആ പ്ലസ് നമ്മുടെ വോയിസിൻ്റെ അവിടെ വെക്കണം. വോയിസിനല്ല, സെൻഡ് ചെയ്യാനുള്ളതാണ്. ഇനിയിപ്പോൾ 100 മില്ലി സെക്കൻഡിലാണ് മെസ്സേജ് ചെല്ലുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആകണമെങ്കിൽ നമ്മൾ 2 ഞെക്കിയിട്ട് ആ 2 ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതൊരു 200 ആക്കണം. ആ 3 ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. 3 നമ്മൾ 300 ആക്കണം. ഇത്രേ ഉള്ളൂ. ഇത്രയും ചെയ്താൽ മതി. ഏതവനാണേലും നമ്മുടെ അടുത്തോട്ട് വരും. ഇനി നമ്മൾ ജസ്റ്റ് ഇതേ ഈ ഒരു പ്ലേ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും, ഇഷ്ടം പോലെ ചറപറാന്നാണ് മെസ്സേജ് ചെല്ലുന്നത്. ഇപ്പം ഞാൻ ഈ രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ്. കുറച്ചും കൂടി ഒരു 50 മില്ലി സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാക്കുകയാണെങ്കിൽ ഇതിൽ സ്പീഡിൽ മെസ്സേജ് ചെല്ലും. അപ്പോൾ ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാലോ. ആദ്യമേ ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളെ ശല്യപ്പെടുത്തും, എങ്കിലും സാരമില്ല, ഷെയർ ചെയ്തു. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് പ്രസ് ചെയ്ത് വെക്കുക. പിന്നെ ഇത് ഞാനിവിടെ സൈഡിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറേ കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ, ഫേസ്ബുക്ക് പേജിൻ്റെ, ട്വിറ്ററിൻ്റെ. അതെല്ലാം കയറി അങ്ങോട്ട് ഫോളോ ചെയ്ത് മിന്നിച്ചേക്ക്. അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.